മീഡിയം മലയാളം മീഡിയം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് നേരിട്ട് വിളിക്കാം. ഞാൻ പോസ്റ്റായിട്ട് ഇത് അയച്ചു തരും. പല സ്കൂളിലേക്ക് ഞാൻ വരുന്നുണ്ട്. ആ സമയത്ത് സ്കൂളിലും കൊടുക്കുന്നുണ്ട്. ആ വിവരമാണ് നിങ്ങൾ അറിയിക്കുന്നത്. ഇതിലെല്ലാ വിഷയങ്ങളുണ്ട്. മലയാളം, അറബി, ഉറുദു, സംസ്കൃതം, ഗണിതം, ഇംഗ്ലീഷ്, സയൻസ്, സാമൂഹ്യം, പൊതുവിജ്ഞാനം, പിന്നെ ന്യൂമാത്സിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ള കുട്ടികൾ നേരിട്ട് തന്നെ വിളിച്ചാൽ മതി. നമുക്ക് ഇന്നത്തെ ചോദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ചോദ്യം കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി, അതായത് എക്സാക്ട് ബേസ്ഫുൾ ആയിരുന്നു, അതിന്റെ ബാക്കി എടുക്കാം. പിന്നെ നിങ്ങളുടെ സ്കൂളിലെ ഓരോ ടോപ്പിക് എടുക്കാം. USS NMSന്റെ പ്രത്യേകത, NMSക്ക് വരുന്ന സാറ്റ് പേപ്പറിൽ USSന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ USSന്റെ ചോദ്യങ്ങൾ പഠിക്കുന്ന, കണക്കിലെ ചോദ്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് NMMSയുടെ സാറ്റ് ചോദ്യങ്ങൾ പരിചയപ്പെടുന്നത് നല്ലതാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാവും. ശരി, നമുക്ക് ആദ്യം ചിത്രം വരയ്ക്കാം. ആ ചിത്രം വരച്ചിട്ട് മുന്നോട്ട് പോകാം. ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ സ്ക്വയർ ആണ്. നിങ്ങൾക്കും എൻ്റെ കൂടെ ഒരു സ്ക്വയർ വരയ്ക്കാം. അതിനോട് ചേർത്തിട്ട് ഒരു ചെറിയ സ്ക്വയർ വേറെ വരയ്ക്കുക. ഒരു കാര്യം ചെയ്യാതെ പുറത്ത് വരച്ചിട്ട് അങ്ങോട്ട് അടുപ്പിച്ചാൽ മതിയല്ലോ. വേറൊരു സ്ക്വയർ വരച്ചു. അവിടെ അല്ല വരയ്ക്കേണ്ടത്. ഞാനത് ഇവിടെ വരച്ചത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റേണ്ടിട്ട് ആ സ്ക്വയറിന് ഞാൻ ഇവിടെ ഘടിപ്പിച്ചു. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ വരച്ചാൽ മതി. അതായത് ഇപ്പോഴും ഞാൻ വരച്ചിട്ട് അങ്ങോട്ട് ഘടിപ്പിച്ചതാണ്. Paste. Okay. Paste. Okay. Paste. Okay. ഞാൻ എന്തൊക്കെ ചെയ്ത് നോക്കി ചെയ്താൽ മതിയേ. ശരി, ഇതിനെ ഞാനിങ്ങ് പിടിക്കുകയാണ്. അതിനിവിടെ കൊണ്ടുവച്ചു. അപ്പൊ നിങ്ങൾക്കൊരു വലിയ സ്ക്വയർ വരച്ചിട്ട് ഇവിടെ വരും. ഇതിനെ ഞാനിങ്ങ് എടുത്തിട്ട് ഇവിടെ വെച്ചു. ഇതിനെടുത്തിട്ട് ഇവിടെ വെച്ചു. ഇതിനെടുത്തിട്ട് ഇവിടെ വെച്ചു. ശരി, ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ ഇതുപോലുള്ള ഒരു സ്ക്വയർ വരയ്ക്കും. സ്ക്വയറിൽ, അതൊരു വലിയ സ്ക്വയറിൽ ചെറിയ 4 സ്ക്വയറുകൾ ചേർത്ത് വെച്ചിരിക്കാനുണ്ട്. അത് വരച്ചു കഴിഞ്ഞാൽ ഒന്ന് യെസ് എന്ന് പറയാം. എല്ലാരും ഒന്ന് വരയ്ക്കട്ടെ. അതിനൊരു സമയം കൊടുക്കും കേട്ടോ. Yes, sir. 4 small squares are drawn on each corner of a large square in the figure. The area of the figure is 61 centimeters square. What is the perimeter? ഒരു കുട്ടി ആ ചോദ്യം ഒന്ന് വായിച്ച്. Four small squares are drawn on each corner of a large square in the figure. കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ടല്ലോ. Four small squares are drawn on each corner of large space in the figure. The area of figure is 61 centimeters square. What is the perimeter? What is the perimeter? എന്റെ ചോദ്യം ഇതാണ്, what is the perimeter of this figure? ഈ ഫിഗർ ഉണ്ടാക്കിയതാവട്ടെ
ഒരു വലിയ സ്ക്വയറിന് ഓരോ കോർണറിലും ചെറിയ ഒരേ അളവുള്ള സ്ക്വയർ ഘടിപ്പിച്ചിരിക്കുകയാണ് മക്കളെ. അപ്പോ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ ഏരിയയാണ് എന്ന് പറഞ്ഞാൽ പരപ്പളവാണ്. മലയാളം മീഡിയക്കാർക്ക് വേണ്ടിയിട്ട് പറയാം, മലയാളത്തിലും ഈ ചോദ്യം എഴുതാം. മലയാളത്തിൽ വേണമെങ്കിൽ ചോദ്യം എഴുതിയെടുക്കാം. ഇതാണ് സംഭവം. ഒരു വലിയ സമചതുരത്തിന് 4 കോർണറിലായി ചെറിയ 4 ഒരേപോലെയുള്ള സമചതുരങ്ങൾ നിർമ്മിച്ച രൂപമാണിത്. മലയാളാണോ വേണ്ടത്? മലയാളം. ഇത് കണ്ടാൽ മതി. ഇതാ, ഒരു വലിയ സമചതുരത്തിന് ചുറ്റും ചെറിയ 4 സമചതുരങ്ങൾ ഘടിപ്പിച്ച രൂപമാണിത്. ആ രൂപം കണ്ടാൽ മലയാളം നിങ്ങൾക്ക് തന്നെ വരും. ഈ രൂപത്തിന്റെ പരപ്പളവ് ഇതിന്റെ പരപ്പളവ് ഏരിയ 61 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ? പെർമിൻ ജോസ്, കേൾക്കാം സാർ. കുഡ് യു പ്ലീസ് റീഡ് ദിസ് ക്വസ്റ്റ്യൻ? മാത്രല്ല വീഡിയോ ഓൺ ചെയ്ത് വായിക്കും മകനെ. ഓക്കെ സാർ. അല്ല സാർ, ഞാൻ ഉണ്ട്. 4 small squares are drawn on each corner of a large square in the figure. The area of the figure is 61 centimeter square. What is the area of square? What is the perimeter? What is the perimeter? Sorry. What is the perimeter of this figure? ഈ സ്ക്വയർ ചേർത്തിട്ട് പിന്നെ അത് രൂപമായിട്ട് മാറിയതാണ്. ഒരു വലിയ സ്ക്വയറിന് 4 മൂലകളിലായിട്ട് ചെറിയ 4 സ്ക്വയർ ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുക. അതിന്റെ ഏരിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാം? ഞാൻ ഓപ്ഷൻ തരാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെടും. നോക്കോ, ഓപ്ഷൻസ് ആർ, റെഡ് ഇങ്ങോട്ട് ഓപ്ഷൻസ് എഴുതാൻ പോവുകയാണ്. 32 സെന്റിമീറ്റർ, 44 സെന്റിമീറ്റർ, 56 സെന്റിമീറ്റർ, 37 സെന്റിമീറ്റർ. എങ്ങനെ കിട്ടിയെന്നും കൂടി പറയണം, എന്നാലേ വിളിച്ചു പറയാൻ പറ്റും. ശരി, ആർക്കെങ്കിലും ഇതിന്റെ വിശദീകരണം തരാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തരാം. വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ പറയണോ? നിങ്ങൾ പറ, ഞാൻ വിവരിക്കണം. ഹലോ ജോസ്, ഞാൻ തന്നെ പറയണോ? അതായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത്. ഓ ഓ ഓ മുഹമ്മദ് അബ്ദുനാസേ, പെർമിൻ ജോസ് പറഞ്ഞു. പെർമിൻ ജോസ് ഇടുക്കി എന്ന് പറഞ്ഞിട്ടില്ലേ? അവരിന്ന് സന്തോഷമുള്ള ദിവസ, കാരണം സ്കൂളില്ല അവർക്ക്. പെർമിൻ ജോസ് ഇന്ന് സ്കൂളിൽ ജില്ലയിൽ അവധിയാണ്. എന്നിട്ട് പറയാണ് മാഷ് പറയാൻ തന്നെ ആയിരിക്കും നല്ലത്. ശരി, ഞാൻ പറയാം. എന്തായാലും നിങ്ങൾക്ക് ഈ 61 എന്ന സംഖ്യ ഒരു സ്ക്വയർ നമ്പർ അല്ലല്ലോ, ആണോ? അല്ല, 61 1 4 9 16 25 36 49 64 81 100 121 ഇതൊക്കെയാണല്ലോ സ്ക്വയർ നമ്പേഴ്സ്. അതില് പെർഫെക്റ്റ് സ്ക്വയറിൽ ഈ 61 വരുന്നില്ല. പക്ഷെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാം സ്ക്വയേഴ്സ് ആണ്, ഈ ചുറ്റുമുള്ളതെല്ലാം സ്ക്വയേഴ്സ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ നടുക്കുള്ള ആളും സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്നും ഓരോ സ്ക്വയർ ആയിരിക്കണമല്ലോ. ഒരു സ്ക്വയറിന്റെ
ഏരിയ എപ്പോഴും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാരും ഓൺ ചെയ്ത് നോക്കുമ്പോൾ എല്ലാരും മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചു. ഒരു സ്ക്വയറിന്റെ ഏരിയ എപ്പോഴും സ്ക്വയർ നമ്പർ ആയിരിക്കുമല്ലോ, അത് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്നും ഓരോ സ്ക്വയർ നമ്പർ ആയിരിക്കണം. മാത്രമല്ല ഈ 4 എണ്ണം ഒരേ സ്ക്വയർ നമ്പർ ആയിരിക്കണം. ഈ 4 എണ്ണം ഒരേ സ്ക്വയർ നമ്പറും ഇത് 4 കൂടി കൂട്ടുകയും നടുക്കുള്ള ഒരു വലിയ സ്ക്വയർ നമ്പറും കൂടി ഒന്നിച്ച് കൂട്ടിയാൽ 61 കിട്ടുന്ന സംഖ്യ ഏതായിരിക്കും? മുഹമ്മദ് അബ്ബാസിന് ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായോ? യെസ് സാർ. അതായത് ഈ 4 എണ്ണം ഒരേപോലെയുള്ള സ്ക്വയർ നമ്പറും ആ 4ഉം ഈ നടുക്കുള്ള ഒരു വലിയ സ്ക്വയർ നമ്പറും കൂടി കൂട്ടിയാൽ 61 കിട്ടുന്ന ആ സ്ക്വയർ ഏതായിരിക്കും? ശരി, ഞാൻ ആ സ്ക്വയർ നമ്പർ ഇവിടെ എഴുതട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ നോക്കട്ടെ. ഒറ്റ മിനിറ്റ് നിന്നോളെ, എഴുതിക്കും. 1 4 9. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഈ അതിന്റെ ഇടയ്ക്ക് എന്താ അത് പോകുന്നെന്ന് എനിക്ക് മനസ്സിലാകാതെ. നോക്കട്ടെ, അവിടെ നെറ്റിന്റെ പ്രശ്നം ഉണ്ടോ, ഇഷ്യൂ ഉണ്ടോ നോക്കട്ടെ. ഹലോ, ശരി. 1 4 9 16 25 36 ഈ പറഞ്ഞിരിക്കുന്ന ആണല്ലോ ആദ്യത്തെ ഏതാനും പെർഫെക്റ്റ് സ്ക്വയർസ്, സ്ക്വയർ നമ്പേഴ്സ്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം കൂട്ടിയാൽ 61 കിട്ടുന്ന ഏതുണ്ടോ? 25 36. വെരി ഗുഡ്. 25ഉം 36ഉം കൂടി കൂട്ടിയാൽ 61 കിട്ടും എന്നുള്ള കാര്യം സംശയമില്ല. എങ്കിൽ അങ്ങനെ 25ഉം 36ഉം കൂട്ടിയാൽ 61 കിട്ടുമെങ്കിൽ ഇവിടെ ഇതിൽ വരേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെ സ്പ്ലിറ്റ് ചെയ്തതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ടത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒറ്റ മിനിറ്റ് നോക്കിക്കോളെ മക്കളെ. ഞാൻ ആ 25 ഇവിടെ നടുക്കളെല്ലാം ഒന്ന് ഒഴിവാക്കി ഞാൻ കാണിച്ചിട്ട്. ഓക്കെ, നമുക്ക് 25ഉം 36ഉം കൂടി കൂട്ടണം എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. 25 36. ഈ 36നെ 4 ഓഹരി വെക്കണം. 36നെ 4 ഓഹരി വെച്ചാൽ എത്രയാണ്? 9. അപ്പൊ ചെറിയ ആളുകൾക്കെല്ലാം 9 എന്ന് കൊടുക്കാം. അത് ഒരേപോലെയുള്ളതായത് കൊണ്ട് എല്ലാത്തിനും 9 വെച്ച് ചെയ്തു. ഇപ്പൊ വലിയ ആൾക്ക് എന്ത് കൊടുക്കണം ദേവപ്രിയ? 25 കൊടുക്കണം. വലിയ ആൾക്ക് 25 കൊടുത്തു. ഇനി നിങ്ങൾ നോക്കിയേ, ഈ 25ഉം 4 9ഉം കൂടിയാൽ ഇവർ പറഞ്ഞിരിക്കുന്ന 61 കിട്ടത്തില്ലേ? കിട്ടും. ശരിയാണ്, കിട്ടും, സംശയമില്ല. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെരിമീറ്റർ ആണ്. ഈ ഏരിയ തന്നിട്ട് നമുക്കൊരു പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നം വരുന്നില്ല. സ്ക്വയറിന്റെ നോക്കിക്കോളെ, 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് എന്ന് പറഞ്ഞാൽ 25ആണ് ഏരിയ എങ്കിൽ ഒരു വശം എത്രയായിരിക്കുന്ന ചോദ്യം. 625. അതെങ്ങനെയാ സ്ക്വയർ ചെയ്യാനല്ലാതെ പറഞ്ഞത്? 5 ആണ്. 5 5 × 5 ആണ് 25. അപ്പൊ വലുതിന്റെ ഒരു സൈഡ് 5 കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ചെറുതിന്റെ ഒരു സൈഡോ? 9ന്റെ സ്ക്വയർ റൂട്ട് 3. അപ്പൊ ചെറുതിന്റെ ഒരു സൈഡ് 3 ആണ്. ഇനി എല്ലാം ഇപ്പൊ മനസ്സിലായി തുടങ്ങി. എന്താ മനസ്സിലായി തുടങ്ങി നോക്കട്ടെ. ഇതായത് ഇവിടെയുള്ള 9 പോട്ടെ, 9 എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 ആണ്, അവിടെ 3 ആണ്, ഇവിടെ 5 ആണ്. ഇനി നിങ്ങൾ തന്നെ പെൻസിൽ കൊണ്ടാണ് വരച്ചതെങ്കിൽ അതിന്റെ ചുറ്റിലൂടെ ഒന്ന് നടന്നു നോക്കൂ, നിങ്ങൾക്ക് പെരിമീറ്റർ കിട്ടും. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ചുറ്റുമുള്ള അളവാണ്. അത് കണ്ടുപിടിക്കാം. സർ 44.
44 കിട്ടുന്നുണ്ട്. അതെങ്ങനെ എളുപ്പത്തിൽ കിട്ടാൻ അറിയാം? 44 ജോസേ, അതെങ്ങനെ എളുപ്പത്തിൽ കിട്ടും? സാർ ഒരു സൈഡ് എടുത്താൽ മതി, ഒരു സൈഡിന് എടുത്തിട്ട് അതിന് 4 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്ങനെയാ ഒരു സൈഡ് എടുത്തത്? എനിക്ക് മനസ്സിലായിക്കില്ല. ഇത് ഇവിടുന്ന് 3 ഇവിടെ 3 അല്ലേ? ഇവിടെ 3 അപ്പൊ 3 ഇവിടെ ഉണ്ടാവുമല്ലോ. 3 6 അവിടെ ഉണ്ടാവും. 6 5 11 അല്ലേ? 11 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അതാണ് ഒരു എളുപ്പമാർഗം. ഇല്ലെങ്കിൽ എല്ലാരും അത് കണ്ടുപിടിക്കാനാവാത്തവർ നടന്നോട്ടെ. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടി പറയാം. ആരാണ്, ഏത് കോഹോസ്റ്റ് ആണ് ഇപ്പൊ അത് ഒന്നുകൂടി ഒന്ന് വിവരിച്ചു കൊടുക്കുന്നത്? പറയൂ. ജോസാന്ന് പറഞ്ഞോളൂ. അതായത് ഇവിടെ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിന്റെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിന്റെ 4 സൈഡിൽ കൂടെയും 4 കോർണറിൽ കൂടെയും ഓരോ ചെറിയ സ്ക്വയർ വീതം വരച്ചിട്ടുണ്ട്. ആ ഫിഗറിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്ന 61 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ആ സ്ക്വയറിന്റെയും ചെറിയ സ്ക്വയേഴ്സിന്റെയും എല്ലാം ഉൾപ്പെടുന്ന ആ ഫിഗറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായി ആദ്യം നമ്മൾ അതിന്റെ ഓരോ സൈഡ് കണ്ടുപിടിക്കണം. ഇവിടെ ഏരിയ തന്നേക്കുന്ന 61 ആണ്. അതുകൊണ്ട് നമ്മൾ 1 മുതൽ 6 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് ചുമ്മാ ഒന്ന് എഴുതുക. 1 4 9 16 25 36. അപ്പൊ ഇതിൽ ഏതൊക്കെ കൂട്ടിയാൽ 61 കിട്ടുമെന്ന് നോക്കുക. അപ്പൊ 25 36 കൂട്ടിയാൽ നമുക്ക് 61 കിട്ടും. അപ്പൊ അത് രണ്ടും എടുക്കുക. 25 ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വയേഴ്സിന്റെ ഏരിയയുടെ സമ്മായിട്ട് അതിനെ എഴുതാൻ പറ്റില്ല. പിന്നെ 36 അതിനെയാണ് നമുക്ക് സ്ക്വയേഴ്സിന്റെ ഇതായിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ഏറ്റവും വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 25ന്റെ സ്ക്വയർ റൂട്ടായ 5 ആയിരിക്കും എന്ന്. 36നെ നമ്മൾ 4 സ്ക്വയർ, ആ ചെറിയ 4 സ്ക്വയേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഏരിയയുടെ സമ്മായിട്ട് എഴുതുമ്പോൾ 36നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും ആ സ്ക്വയറിന്റെ ഏരിയ, ചെറിയ സ്ക്വയറിന്റെ. ഇപ്പൊ 36നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 9 കിട്ടും. അതായിരിക്കും ആ ചെറിയ സ്ക്വയറിന്റെ ഏരിയ. ചെറിയ സ്ക്വയറിന്റെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് കാണാം, അതായത് 9ന്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ കിട്ടുന്ന 3 ആയിരിക്കും അതിന്റെ ഒരു സൈഡ്. പിന്നെ അതിന്റെ ചുറ്റും നമ്മളൊന്ന് അളന്ന് നോക്കുകയോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗമായി നമുക്ക് ആദ്യം ഒരു സൈഡ് അവിടെ 5, പിന്നെ സ്ക്വയറിന്റെ 2 സൈഡ് എടുക്കുക. അപ്പൊ 5ഉം 3ഉം 8, 8ഉം 3ഉം 11. ഇനി അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. 44 ആണ് ഉത്തരം. ഇല്ലെങ്കില് വേറൊരു വഴിയുണ്ട്. കുറച്ച് ഇതൊക്കെ പെട്ടെന്ന് എടുക്കുന്ന ചെയ്യുന്ന കുട്ടികളുണ്ട്, ചിലര് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. എന്താ വഴി എന്ന് പറഞ്ഞാല്, ഇവിടുന്ന് ഇങ്ങോട്ട് 3 ആണല്ലോ ഇതിന്റെ സ്ക്വയർ റൂട്ട്, ഈ 3ഉം കിട്ടും. പിന്നെ സംഭവിക്കുന്ന പറഞ്ഞാല് ഇവിടുന്ന് ഇങ്ങോട്ട് 5 ആണ് ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം. പക്ഷെ അതില് ഒരു ചെറിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ചുറ്റളവ് കാണുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അപ്പൊ ഇതങ്ങ് കട്ടാവും. അപ്പൊ 3 3 6 എന്ന് വരുന്ന സമയത്ത് 3 3 6 വന്ന് കിട്ടിക്കഴിഞ്ഞാല് അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം, 3 ഇവിടെ കിട്ടി, 3 ഇവിടെ കിട്ടി. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 2 ആണ് ഇവിടെ കുറച്ചത്. ആ 2ന് 2 ഇവിടെ കൂടുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് വരുമ്പോ ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇവിടുന്ന് 3 കുറയുമ്പോൾ ഇവിടെ 2 ബാക്കി ഉണ്ടാവും. ആ 2ന്റെ കൂടെ ഇവിടുത്തെ 3 കൂടുന്നുണ്ട്. അപ്പൊ 3 2 5. അപ്പൊ അതാണ് നമ്മൾ 3 3 6 5 11 കിട്ടിയത്. ആ 11നെ
നമ്മൾ 4 ഭാഗത്തേക്കും കൂടി കവർ ചെയ്യുമ്പോൾ 11×4 44 കിട്ടുന്നു. അപ്പൊ ഒന്നുകൂടി ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. ചില ചോദ്യങ്ങള് ഒറ്റയടിക്ക് തന്നെ നമുക്ക് പിടുത്തം കിട്ടണമെന്നില്ല. അത് ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി മക്കള്, കേട്ടോ. ഏതായാലും രാവിലെ ആയതുകൊണ്ടാണ് ഇത്ര ചോദ്യം ഞാൻ തരുന്നത്. ഇതങ്ങ് പെട്ടെന്ന് തലയിൽ കയറിയാൽ നല്ലത്. അപ്പോ തലയിൽ കയറിയിട്ടില്ലെങ്കിൽ അത് ഒന്നുകൂടി ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പൊ ഫെർമിൻ ജോസ് പറഞ്ഞത് ശരിയാണ്. ഈ 61 സ്ക്വയർ നമ്പർ അല്ലാത്തതുകൊണ്ട് അടുത്തടുത്തോ അല്ലെങ്കിൽ അടുത്തടുക്കാത്തതോ 2 എണ്ണം കൂട്ടിയാൽ 2 സ്ക്വയർ നമ്പർ കൂട്ടിയാൽ 61 കിട്ടുമോ നോക്കിയാൽ മതി. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം, ഡിജിറ്റ് സം ഓഫ് ദ സ്ക്വയർ ഓഫ് 2. ഈ സം എന്നുള്ള സ്പെല്ലിംഗ് തെറ്റിപ്പോയി. SUM. Digit sum of the square of 2222. ചോദ്യം മലയാളം പറയാം. 2222 എന്ന സംഖ്യയുടെ വർഗത്തിന്റെ, അതൊരു വലിയ സംഖ്യ കിട്ടുക. നിങ്ങൾ അതിനെ 2222 കൊണ്ട് ഇപ്പൊ കുടിക്കാനൊന്നും പോകണ്ട, അതിന് എളുപ്പ വർഗമുണ്ട്. എന്നിട്ട് ആ വർഗത്തിന്റെ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ പേരൊക്കെ മാറിയിട്ടുണ്ട്, ഡിജിറ്റൽ റൂട്ട് എന്നാണ്. എന്താണ് ഈ അക്കങ്ങളുടെ തുകയും എന്താണ് ഈ അക്കത്തുകയും? ഇപ്പം സം ഓഫ് ഡിജിറ്റ്സ്, ഇപ്പൊ 1947 എന്ന സംഖ്യ, ഈ സംഖ്യയുടെ അക്കങ്ങളുടെ തുക സം ഓഫ് ഡിജിറ്റ്സ് എത്രയാണ്? 21. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൂട്ടലിന് കിട്ടുന്ന സാധനം 64. അല്ല, 9 1 10 14 7 21 ഇതിന്റെ സം ഓഫ് ഡിജിറ്റ്സ്. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഏത് വലിയ സംഖ്യയിലും ആദ്യത്തെ കൂട്ടലിന് കിട്ടുന്നതാണ്, ആദ്യം കൂട്ടിയെടുക്കുന്നത്. അത് ചിലപ്പോൾ 3 അക്ക സംഖ്യ ആകാം, 1 അക്ക സംഖ്യയും ആവാം. പക്ഷെ പിന്നീട് അടുത്തത് വരുന്നു ഡിജിറ്റൽ റൂട്ട്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട അടുത്തായിരുന്ന ക്ലാസ്. ഡിജിറ്റൽ റൂട്ട് എന്നാണ് ഇപ്പൊ പറയുക. മറ്റു ഡിജിറ്റ് സം മുമ്പ് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ഈ കിട്ടിയിരിക്കുന്ന സംഖ്യയെ വീണ്ടും കൂട്ടി കൊണ്ടുവന്നിട്ട് ഒറ്റ ഡിജിറ്റ് ആക്കി മാറ്റുക. ഇപ്പൊ എന്താണ് സം ഓഫ് ഡിജിറ്റ്സും എന്താണ് ഡിജിറ്റൽ റൂട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ എന്ന് മുൻപ് പറയുന്ന ഡിജിറ്റൽ റൂട്ടും എന്താണെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഏത് വലിയ സംഖ്യയായാലും ആദ്യത്തെ കൂട്ടലിന് കിട്ടുന്നതാണ് സം ഓഫ് ഡിജിറ്റ്സ്, അല്ലെങ്കിൽ ഇതിന്റെ മലയാളം അക്കങ്ങളുടെ തുക എന്നാണ്. ഇനി ഇത് അക്കത്തുക എന്ന് പറയുന്നത് ഒറ്റ അക്കമായിട്ട് വരണം, അതിന് ഡിജിറ്റൽ റൂട്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ ഡിജിറ്റൽ റൂട്ട് ഈ 2222 നിങ്ങൾ സ്ക്വയർ ചെയ്യുന്നു, അതിന്റെ വർഗം കാണുന്നു. ആ കാണുന്ന വലിയ സംഖ്യയുടെ ഡിജിറ്റൽ റൂട്ട് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ശരി, സാറ്റ് ആണ് പേപ്പർ. സാറ്റിൽ വരുന്ന ജനറൽ മാത്സ് ചോദ്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. അതിന്റെ മുമ്പ് ഒരു ചെറിയ സംഖ്യ എടുത്തിട്ട് ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒന്നാണോ? ശരിയാണ്, 1 ആണ്. ആരാ 1 പറഞ്ഞത്? മുഹമ്മദ് അഫ്ലാസ്. 1 ആണ് ശരി. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗം നമുക്ക് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 55 എന്ന് ഒരു 2 അക്ക സംഖ്യ വെറുതെ എടുക്കുക. നിങ്ങൾക്ക് ഏത് വേണേ എടുക്കാം. ഈ 55ന്റെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന സംഖ്യയുടെ ഡിജിറ്റൽ റൂട്ട് എത്രയാണ്, അക്കത്തുക എത്രയാണ്? അതിന് നിങ്ങൾക്കൊരു എളുപ്പമാർഗം, ഈ 55ലെ 5ഉം 5ഉം നമുക്ക് കൂട്ടുക. 10.
ആ 10നെ സ്ക്വയർ ചെയ്യുക 100. ആ 100ന്റെ ഡിജിറ്റൽ റൂട്ട് കണ്ടാൽ മതി. 1. അതാണ് അതിന്റെ എളുപ്പമാർഗം. ഇനി 8 എന്ന സംഖ്യ എടുക്കുക, ചെറിയൊരു സംഖ്യ എടുക്കുക. 8നെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന ഡിജിറ്റൽ റൂട്ട് എത്രയാണ്? 64ന്റെ 6 4 10 10 1. ഞാൻ പറഞ്ഞുകൊണ്ടത് നിങ്ങൾ ഏതൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡിജിറ്റൽ റൂട്ട് കണ്ട് സ്ക്വയറിന്റെ ഡിജിറ്റൽ റൂട്ട് കണ്ടുപിടിക്കാൻ ഈ സംഖ്യ അങ്ങ് പ്ലസ് ചെയ്യുക. ഇപ്പൊ 2 2 2 2 ഇത് പ്ലസ് ചെയ്താൽ എത്രയാണ്? 8. ആ 8നെ സ്ക്വയർ ചെയ്താൽ എത്രയാണ്? 64. 64നെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും വരുമ്പോൾ 1 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ 1 ആണ്. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായിട്ടില്ല? യെസ്, മനസ്സിലാക്കി തരാം. ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മൈക്ക് ഓൺ ചെയ്ത് വിടുന്നത്, നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം പറയാന്ന് വിചാരിച്ചിട്ട്. യെസ്, ചോദ്യം ഇതാണ്. 2222 എന്ന സംഖ്യ, ആ സംഖ്യയുടെ വർഗം കാണും. ആ സംഖ്യയുടെ വർഗം, ആ സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണല്ലോ വർഗം കിട്ടുക. അതിന്റെ ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ ഡിജിറ്റ് സം എത്രയാണെന്നാണ് ചോദ്യം. അതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഐഡിയ എന്താന്ന് പറഞ്ഞാൽ, ഇതിനെ 2222 ഇൻറ്റു 2222 ചെയ്തിട്ട് ഒരു വലിയ സംഖ്യ കിട്ടും. ഇപ്പൊ ഈ സംഖ്യ 49 37 254 ഈ സംഖ്യയാണ് കിട്ടുക. നിങ്ങൾ ഗുണിച്ചൊക്കെ ഇത് കിട്ടും, ഉറപ്പാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് ഇവയുടെ അക്കങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ 4 9 3 7 2 8 4 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 3 അക്ക സംഖ്യ 4 അക്ക സംഖ്യ കിട്ടിയിട്ട് അതിന്റെ അക്കത്തുക കണ്ടാൽ നിങ്ങൾക്ക് 1 കിട്ടുക. അതിന്റെ എളുപ്പമാർഗം എന്താന്ന് പറഞ്ഞാൽ ഈ 2 2 4 2 6 8 അങ്ങ് കൂട്ടുക. ഈ അക്കങ്ങളും കൂട്ടുക, തന്നിരിക്കുന്ന സംഗതിയുടെ അക്കങ്ങൾ കൂട്ടുക, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക. ആ സ്ക്വയർ ചെയ്താൽ 8 8 64 കിട്ടും. 64ന്റെ 6ഉം 4ഉം തമ്മിൽ വീണ്ടും കൂട്ടുക, 10 കിട്ടും. ആ 10ലെ 1ഉം 0ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന 1 തന്നെയായിരിക്കും ഇതിന്റെ ആൻസർ. ഇപ്പൊ മനസ്സിലായോ? യെസ്, ഇപ്പൊ മനസ്സിലായി. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 222 അത് സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന ഡിജിറ്റൽ റൂട്ട് എത്രയാണ്? സാറിനെ കാണുന്നില്ലല്ലോ ഇതിനകത്ത്. എന്നെ കാണുന്നില്ലേ? 9 ആണോ? 222 സ്ക്വയർ ചെയ്താൽ 222 എന്ന സംഖ്യയുടെ ഡിജിറ്റൽ റൂട്ട് എത്രയായിരിക്കും? ഒന്ന് പറയാൻ പറ്റുമോ? 9. അതെങ്ങനെയാ കിട്ടുന്നത്? പറയാവളെ. 2 + 2 2 + 2 + 2 ചെയ്തു. നിങ്ങൾക്ക് എത്ര കിട്ടി? 6നെ സ്ക്വയർ എടുത്ത് കിട്ടി 36 കിട്ടി. 3 6 9 കിട്ടി. ഇനി വേണമെങ്കിൽ 222നെ നിങ്ങൾക്ക് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അതിന്റെ 222നെ 222 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കൂ. 2 2 4 2 2 4 2 2 4 2 2 4 2 2 4 2 2 4 4 4 4 എന്നിട്ട് 4 8 4 12 4 4 8 9 1 4 4 49,254 കിട്ടും. ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും നോക്ക്. 4ഉം 9ഉം ഒന്ന് പറയൂ. 9 4 13 2 15 23 ആ 27 ആ 27 2 കൂട്ടി എത്രയാ? 9. ആ 9 കൂടെ കിട്ടിയത്. ഇനി എല്ലാവരോടും ഒരേ സ്വരത്ത് പറയൂ. ഇപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായി. ക്ലിയർ ആയി. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
കാരണം ഇതൊക്കെ 6ാം ക്ലാസ്സിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാം പഠിച്ചു വെക്കണം. ഇന്ന് ഈ NMMS USS മത്സര പരീക്ഷക്കൊക്കെ തയ്യാറാവുന്ന കുട്ടികൾ 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കണം. കണക്കിൽ വരുന്നു. ഇപ്പോൾ കണക്കിന്റെ പുതിയ പുസ്തകം വന്നുകൊണ്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഈ 7ാം ക്ലാസ്സിൽ മുമ്പുണ്ടായിരുന്ന സ്ക്വയർ നമ്പർ എടുത്തിട്ട് 8ാം ക്ലാസ് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇതെല്ലാം പഠിക്കേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദ്യം അടുത്തതിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. Which is the smallest number leaving a remainder 4 on division by 5, 6, 7, 8? നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് എഴുതല്ലേ. ഞാനീ പറഞ്ഞ പ്രകാരം ഒന്നല്ല ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചില തിരുത്തലുകളൊക്കെ നടത്തിയിട്ട് എഴുതിയാൽ മതി. ദേവപ്രിയ നിർത്തി പിടിച്ച് എഴുതിപ്പോല്ല മോളെ. Which is the smallest number leaving a remainder 4 എന്നത് നമ്മുടെ 4 ആണ്. FOUR ആണ്. അപ്പൊ അത് 4 എഴുതിക്കോ. ഓൺ ഡിവിഷൻ ബൈ 5, 6, 7, 8. മലയാളം മീഡിയക്കാർ മലയാളത്തിൽ എഴുതി വെച്ചോളൂ. 5, 6, 7, 8 എന്നീ സംഖ്യകൾ കൊണ്ട് അത് വായിക്കാൻ കഴിയുന്നുണ്ടോ? ഹരിക്കുമ്പോൾ 4 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഒന്നുകൂടി വായിക്കാം. 5, 6, 7, 8 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 4 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണം. അതിനൊന്നും ഒരു മടിയില്ല ഇവിടെ. തരാം ഓപ്ഷൻസ് തരുന്നതിന് എനിക്ക് എന്താ പ്രശ്നം? ഇവിടെ ഉള്ള ഓപ്ഷൻ അല്ലേ. 244 ആണോ അതല്ല 334 ആണോ അതല്ല 844 ആണോ അതല്ല 1004 ആണോ? കറക്കി കുത്തരുത്. ഇനി ആർക്കെങ്കിലും ഉത്തരം കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞാൽ ആ കുട്ടി വീഡിയോ ഓൺ ചെയ്തിട്ട് വിവരിക്കാൻ തയ്യാറാവുകയും വേണം ദേവപ്രിയ. ഞാൻ പറയണോ അല്ല നിങ്ങൾ പറയണോ? ദേവപ്രിയ ഞാൻ പറയണോ അല്ല നിങ്ങൾ പറയുന്നോ? അപ്പൊ ഞാൻ തന്നെ പോയിട്ട് പരീക്ഷ എഴുതാം അല്ലയോ? അപ്പൊ കിട്ടുന്ന പിന്നെ സ്കോളർഷിപ്പ് തുക ഞാൻ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് ഇടാം അല്ലയോ? അത് വേണ്ടല്ലേ? പെർമിൻ ജോസ് ഞാൻ പറയണോ അല്ലെ നിങ്ങൾ പറയുന്നോ? പറ. 844 ആണോ? പക്ഷെ കാർത്തികേ അതെങ്ങനെ കിട്ടി എന്ന് കൂടി പറഞ്ഞെങ്കിലാണ് കാർത്തികേ നമുക്ക് റെഡിയാവും. കാർത്തിക് വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വാ. ധൈര്യം ഉണ്ടെങ്കിൽ കാർത്തിക് ഞാൻ ചോറോട് വന്നിരുന്നു എനിക്ക് ഓർമ്മ. ശരി കാർത്തിക് 244 കിട്ടിയത് എങ്ങനെയാണെന്ന് വിവരിക്കാം. സാർ ആദ്യം 5, 6, 7, 8 എന്നിവയുടെ ലസാഗു എടുക്കുക. കാർത്തിക് ഇനി ഞാൻ ഇടപെടുന്നുണ്ട്. ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അത് നിങ്ങൾ 6ാം ക്ലാസ് പഠിക്കുന്നതാണ്. അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതുമാണ്. LCM എന്തായാലും ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും.
അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കോളൂ, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും. ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്യേണ്ടത് 5ന്റെയും 6ന്റെയും 7ന്റെയും 8ന്റെയും LCM കാണണം. അതെങ്ങനെയാ കാർത്തിക് കണ്ടത്? സാറതാ ഇവയുടെ എല്ലാം കോമൺ ആയിട്ട് ഇല്ലാത്ത ഘടകങ്ങളെല്ലാം എടുത്ത് 5ന് 5 തന്നെ ഘടകമായിട്ടുള്ളൂ. 6ന് 2 3 എടുത്ത് 7ന്റെ 7 എടുത്ത് 8ല് ഒരു 2 എടുത്തത് കൊണ്ട് 2 2 എടുത്ത് 3 8 2 × 2 × 2 അല്ലേ 8. അപ്പൊ 2 2 അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കും. പക്ഷേ താഴ്ന്ന തലത്തിൽ ഇങ്ങനെ റെഡിയായി വരുന്ന കുട്ടികൾക്ക് നമുക്കൊന്ന് ഈസി മെത്തേഡ് പറഞ്ഞു കൊടുക്കാം. ഈ ഫാക്ടറൈസ് ചെയ്യുക, ഘടകക്രിയ ചെയ്യുക. ഘടകക്രിയ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പാഞ്ഞെത്തേണ്ടത് 2 3 5 7 എന്ന പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ ഇങ്ങനെ ഘടകക്രിയ ചെയ്യുമ്പോൾ നമ്മൾ അഭാജ്യ സംഖ്യകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ എല്ലാം കോമൺ ആയിട്ട് ഇപ്പം കാർത്തിക് പറഞ്ഞ പോലെ 5ഉം 7ഉം 2 ആയിട്ട് ഒരു പൊരുത്തപ്പെടും ഉണ്ടാകില്ല. പക്ഷേ അവിടെ പൊരുത്തപ്പെടുന്ന ആളുകൾ ഉണ്ട്. എന്തായാലും 2 ഇവിടെ എഴുതി. 5ഉം 2 ആയിട്ട് ഒറ്റ ഇരട്ടി ആയതുകൊണ്ട് അത് 5 അവിടെ കിടക്കട്ടെ. 6ന് 2 3 2 6. 7ഉം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അവിടെ കിടക്കട്ടെ. അപ്പൊ ദേവപ്രിയ 8ൽ എത്ര 2 ഉണ്ട്? 4. ദേവപ്രിയാണ് ഇപ്പൊ അവിടെ വീഡിയോ ഓൺ ചെയ്തതുകൊണ്ട് അവളോട് ചോദിക്കുന്നത്. ഇനി വീണ്ടും ഈ 2 കൊണ്ട് ഒരു ശ്രമം കൂടി നടത്തിയാൽ ആ 4നെ അങ്ങ് ചുരുക്കാം. ഇപ്പൊ കാർത്തിക് പറയും ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സാറേ, 2 3 5 7 ഗുണിച്ചാൽ പോരെന്ന് ചോദിക്കും. അതെനിക്കറിയാം, കാരണം ഇവിടെ എല്ലാം അഭാജ്യ സംഖ്യകളുണ്ട്, തമ്മിൽ ഗുണിച്ചാൽ മതി. അത് വേറെ കാര്യം. എന്തെങ്കിലും ആട്ടെ, ഇവിടെ വയ്ക്കാം. ഇവിടെ നമുക്ക് 2 5 അങ്ങനെ തന്നെ ഇറക്കിയിട്ടു, 3 അങ്ങനെ തന്നെ, 7 അങ്ങനെ തന്നെ. ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ 2 4ൽ 2 2 പ്രാവശ്യം. ഇത് ആദ്യ ഘട്ടത്തിൽ LCM പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ചെയ്യാറ്. വീണ്ടും 2 കൊണ്ട് ഹരിച്ചു. 5 3 7 2 2ൽ ഒരു പ്രാവശ്യം. നമ്മളെ ജോലി ഇവരെല്ലാവരെയും ഒന്നാക്കലാണ്. 1ലേക്ക് കൊണ്ട് ഇപ്പൊ 2 1 മാറിക്കഴിഞ്ഞു. ഇത് ഈ 8നെ നമ്മൾ 1 മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത അഭാജ്യ സംഖ്യ ഇവിടെ ഉണ്ട്. 5 കൊണ്ട് ഹരിച്ചു. 5 കൊണ്ട് ഹരിച്ചാൽ ഈ ഇത് 1. ഇനി 3 കൊണ്ടും 7 കൊണ്ടും ഹരിച്ചു കഴിഞ്ഞാൽ അവിടെ 3 കിട്ടും, അടുത്തത് നിങ്ങൾക്ക് 7 കിട്ടും. അപ്പൊ കാർത്തിക് പറഞ്ഞ പോലെ 2 × 2 × 2 × 5 × 3 × 7 ചെയ്താൽ എത്ര കിട്ടും? 840. അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ മാർഗം കൂടെ ഉണ്ട്. ഈ 2ഉം 5ഉം തമ്മിൽ ഗുണിച്ചാട് എഴുതുക. 2 5 3നെ 7 കൊണ്ട് ഗുണിച്ചാൽ 21, 21നെ 2 കൊണ്ട് ഗുണിച്ചാൽ 42. ഒരു കാര്യം കൂടി ഇവിടെ വരേണ്ടിയുണ്ടല്ലോ. 45ന്റെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 7 3 21, 21നെ 2 കൊണ്ട് ഗുണിച്ചു 42. 42നെ പിന്നെ നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ള സംഖ്യ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എത്ര കിട്ടും എന്നുള്ളത് നോക്കണം നിങ്ങൾ. എത്ര കിട്ടും? 840 കിട്ടും. പിന്നെ ലീവിങ് എ റിമൈൻഡർ 4 എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ കാർത്തിക് എന്ത് ചെയ്യണം? 4 കൂട്ടുക. 4 കൂട്ടുക. ഇത് മുമ്പ് നമ്മളൊരു കുസൃതി ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. എന്താ ചോദ്യം എന്ന് പറഞ്ഞാല്, എൻ്റെ കയ്യില് കുറെ ഗൂസ്ബെറീസ് ഉണ്ട്. എന്താ ഈ ഗൂസ്ബെറീസ് പറഞ്ഞാൽ? അപ്പൊ എന്റെ കയ്യിൽ കുറെ ഗൂസ്ബെറീസ്, there are some gooseberries. ഞാനത് 2 പേർക്ക് തുല്യമായിട്ട് ഭാഗിച്ചപ്പോൾ ഒരു നെല്ലിക്ക ബാക്കി വന്നു. അതേ നെല്ലിക്ക തന്നെ, അതേ എണ്ണം നെല്ലിക്ക തന്നെ ഞാൻ 3 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോഴും ഒരെണ്ണം ബാക്കി. അതേ നെല്ലിക്ക 4 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോഴും ഒരെണ്ണം ബാക്കി. അതേ കാര്യം 5 പേർക്ക് വായിച്ചപ്പോൾ ഒരെണ്ണം ബാക്കി, 6 പേർക്ക് വായിച്ചപ്പോഴും ഒരെണ്ണം ബാക്കി. എന്റെ കയ്യിൽ ചുരുങ്ങിയത് എത്ര നെല്ലിക്ക ഉണ്ടാവും? 13. ഒന്നുകൂടി ഞാൻ ചോദ്യം ആവർത്തിക്കാം. 13 ആകുമ്പോൾ നമ്മൾ 5 കൊണ്ട് വായിച്ചാൽ എത്ര കിട്ടുമ്പോളെ? ഒരെണ്ണം ബാക്കി വരുമോ?
13നെ 5 കൊണ്ട് ഭാഗിച്ചാൽ, അതാ പറഞ്ഞ ആലോചിക്കാതെ പെട്ടെന്ന് മറുപടി പറയുന്നത്, ആലോചിച്ച് പറയണം. 13നെ നിങ്ങൾ 5 കൊണ്ട് ഭാഗിച്ചു. അപ്പൊ അവിടെ 3 ബാലൻസ് വരുന്നില്ലേ? ഞാൻ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 2 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോൾ 1 ബാക്കി, 3 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോഴും 1 ബാക്കി, 4 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോഴും 1 ബാക്കി, 5 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോഴും 1 ബാക്കി, 6 പേർക്ക് ഭാഗിച്ചപ്പോഴും 1 ബാക്കി വരുമെങ്കിൽ എന്റെ കയ്യിൽ ചുരുങ്ങിയത് എത്ര നെല്ലിക്ക കാണും? ഉത്തരം കിട്ടിയ കുട്ടികൾ വീഡിയോ ഓൺ ചെയ്ത് പറയാൻ തയ്യാറാവണം. ഇല്ല വിളിച്ചു പറയുന്നത്. യെസ് സാർ 61 ആരാണ്? പേര് പറ. കാർത്തിക്. കാർത്തികേയൻ വീണ്ടും വന്നു. ചോറോട് സ്കൂളിലെ കാർത്തികേയൻ വീണ്ടും വന്നിരിക്കുന്നത്. കാർത്തികേ, ഈ 61 കിട്ടാൻ നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന 2 കൊണ്ട് 3 പേർക്ക് വായിച്ചു, 4 പേർക്ക് വായിച്ചു, 5 പേർക്ക് വായിച്ചു, 6 പേർക്ക് വായിച്ചു. 6 വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ഭാഗിച്ചപ്പോൾ ഇതിന്റെ LCM കണ്ടുകൂടെ? മ്യൂട്ട് ചെയ്യൂ. ഐഷ മൈക്ക് മ്യൂട്ട് ചെയ്യണം. 2 കൊണ്ട് വായിച്ചു, 1 കിട്ടി. LCM കിട്ടുമ്പോൾ എല്ലാം 1 ആക്കി മാറ്റലാണ് നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് വിചാരിച്ചോ. 4 2 പ്രാവശ്യം, 5 അങ്ങനെ തന്നെ, 3 2 6. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഹരിച്ചു. 2ന്റെ ഇടങ്ങാറ് തീരട്ടെ. 1 3 1 2 2 5 3. പിന്നെ എല്ലാം പ്രൈം നമ്പർ ആണ്, ഹരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഹരിച്ചുവിടും. 3 കൊണ്ട് ഹരിച്ചു. 1 1 3 3 1 5 1 3 3. ഇതാ വരുന്നു അടുത്ത 5 കൊണ്ട്. 5 1 1 1 1 5 5 1. എല്ലാം 1 ആയി. എന്ത് രസ! ഇനി പുറമുള്ള എല്ലാരെയും തമ്മിൽ അങ്ങ് ഗുണിച്ചുവിട് കാർത്തികേയൻ. 2 × 2 × 3 × 5 3 5 15 2 30 30 2 60. 60 നെല്ലിക്ക ഞാൻ തുല്യമായിട്ട് ഭാഗിച്ചപ്പോൾ 2 പേർക്ക് തുല്യമായിട്ട് കൊടുത്താൽ അവിടെ ബാക്കി ഉണ്ടാകുമോ കാർത്തികേയൻ? ഇല്ല സാർ. ബാക്കി വരണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യണം? 61 വേണം. അപ്പൊ എന്റെ കയ്യിൽ ചുരുങ്ങിയത് 61 നെല്ലിക്ക ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ 61 നെല്ലിക്ക ഞാൻ 2 പേർക്ക് വായിച്ചപ്പോൾ 30 30 കിട്ടി, 1 ബാക്കി വന്നു. അപ്പൊ 3 പേർക്ക് വായിച്ചപ്പോൾ ഓരോരുത്തർക്ക് എത്ര കിട്ടും? 20. 4 പേർക്ക് വായിച്ചപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 15 വായിച്ചപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 12 5 60 12 അല്ലേ? 6 പേർക്ക് വായിച്ചപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 10. ഇവിടെ നമ്മളെ സഹായിക്കുന്നത് LCM ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, LCM. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. എന്നിട്ട് ഇപ്പൊ 100ലധികം കുട്ടികളോട് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് കണക്കിനോടുള്ള താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് അതിരാവിലെ ഉണർന്ന് നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുന്ന കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. മനസ്സിലായില്ല എന്നൊരു കുട്ടി പറയുന്നുണ്ട്. ഈ പറഞ്ഞത് നെല്ലിക്ക, ആ സുലേഖ അനൂസ് എന്ന കുട്ടിക്കാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞത്. ക്ലാസ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ചോളൂ. ഞാൻ ഇതിന്റെ വീഡിയോ എന്തായാലും ഇപ്പൊ ഞാൻ നിങ്ങളെ യൂട്യൂബിലും അതുപോലെ തന്നെ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. ഇന്ന് തന്നെ കിട്ടും. എന്നിട്ടും തിരിഞ്ഞിട്ടില്ലെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കി തരാം. കാരണം ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ് മോളെ. ലാർജസ്റ്റ് നമ്പർ ഏതാണ്? Which is the largest number? എന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാകാം? 4 ഓപ്ഷൻ പറ. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ? മലയാളം ക്വസ്റ്റ്യൻ തരൂ. ഇതാ മലയാളം ക്വസ്റ്റ്യൻ. ഏത് ഏറ്റവും വലിയ സംഖ്യ ഏത്? എന്റെ ഓപ്ഷൻ ഏതൊക്കെയാവാം കാർത്തികേയൻ? 10 50 60 100. ഒന്നുകൂടി പറയൂ സാറേ. Which is the largest number? ഏറ്റവും വലിയ സംഖ്യ ഏത്? 10 50 100. 100. ഇത് ആരോട് ചോദിക്കുന്ന ചോദ്യമാണോ?
2ാം ക്ലാസ്സിലെ കുട്ടി 1ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കൂ? നല്ല കച്ചവടം എത്തി. യെസ്, അപ്പൊ എന്റെ ഓപ്ഷൻ എന്തായിരിക്കും കാർത്തിക്? സാർ ഇങ്ങനെ 2 കൃതി 2 പ്ലസ് 3 കൃതി 4 പ്ലസ് അങ്ങനൊക്കെ വാ. മറ്റേ ലാർജസ്റ്റ് നമ്പർ ഏതാ? 10, 100, 200, 300. ആർക്കാ 300 എന്ന് അറിഞ്ഞൂടാത്തത്? അതൊന്നും നിങ്ങളോട് ചോദിക്കൂലേ? നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ലാർജസ്റ്റ് നമ്പർ ഏറ്റവും ചെറിയ ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യം. എന്തൊക്കെ 2/5 ആണോ, അതല്ലെങ്കിൽ 1/9 ആണോ, അതല്ലെങ്കിൽ 3/7 ആണോ, അല്ലെങ്കിൽ 0.42 ആണോ? ആണോ? ഉത്തരം കിട്ടിയൊരു വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞ് സമർത്ഥിക്കണം. കാർത്തിക് സാർ 3/7. കാർത്തിക് സാർ എന്താ സാർ? ഒരു കൈ നോക്കുന്നു. ആ ഫർമിൻ ജോസ് 2 into ഓരോ സംഖ്യ ഫർമിൻ ജോസ്. Yes. കാർത്തിക് കോഴിക്കോട് ജില്ലയിലാണ്. ഫർമിൻ ജോസ് ജില്ലയിലാണ് അല്ലേ? 0.42. ഫർമിൻ ജോസ്, എന്താണ് ഇതിൽ ഏതാണ് വലിയ സംഖ്യ? Sir, 5/2. 5/2 ഇല്ലല്ലോ. 2/5. കാർത്തികിന്റെ അഭിപ്രായം എന്താ? ഇടുക്കി ജില്ലയിൽ നിന്ന് പറഞ്ഞു 2/5 ആണ്. ഇനി കോഴിക്കോട് ഇല്ല എന്ന് പറയുന്നു. കാർത്തിക് രക്ഷയില്ല, പോട്ടെ. വയനാട് ഇല്ല. വയനാട് മാനസെ കേൾക്കാമോ? മാനസിനെ ഞാൻ വിളിച്ചത്. മാനസെ കേൾക്കാമോ? മനസ്സ് പോയി കഴിഞ്ഞു. മനസ്സെ കേൾക്കാമോ? യെസ്. മനസ്സെ 3/7 എന്ന് ആരോ മൈക്കോൺ ചെയ്തു. 3/7 എന്ന ഉത്തരം ശരിയാണ്. അത് എങ്ങനെ കിട്ടി എന്ന് പറയാമോ? പറ. 2/5 എന്ന സംഖ്യനെ 2 into 9 കൊണ്ട് ഗുണിച്ച്. ഓ, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു ഇല്ലേ? യെസ് സർ. ഇനി ഞാൻ പറയാം. അതായത് ഒരു കൂട്ടം സംഖ്യകൾ താരതമ്യം ചെയ്യാൻ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 2 പേരെ ആദ്യം താരതമ്യം ചെയ്യുക. ആദ്യത്തെ 2 ആൾക്കാർക്കാരാണ് നീളം കൂടുതൽ നോക്കിയാൽ പോരെ. എന്നിട്ട് അങ്ങനെ നോക്കി അളന്നങ്ങ് പോയാൽ മതി. അപ്പൊ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. 2 into 9 18, 1 into 5 5. നിങ്ങൾ പറയൂ 18 ആണോ 5 ആണോ വലുത്? 18. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2/5 തന്നെയാണ് ഇതിൽ കേമൻ. പക്ഷെ ഇനി 2/5 3/7 തമ്മിൽ ഒരു കുസ്തി മത്സരം നടത്തുകയാണ്. അവരിലാണ് ഫലഫലം നമുക്ക് നോക്കാം. അപ്പൊ 2നെ 7 കൊണ്ട് ഗുണിച്ചു, എത്ര കിട്ടി? 14 കിട്ടി. 3നെ 5 കൊണ്ട് ഗുണിച്ചു, നമുക്ക് 15 കിട്ടി. നിങ്ങൾ പറയൂ 14 ആണോ 15 ആണോ വലുത്? അപ്പം നമ്മൾ ഇവനെ തട്ടി. ആരെ? ഇവനങ്ങ് തട്ടിക്കളഞ്ഞു, പോട്ടെ. ഇനി 3/7 ഈ 0.42 അതിന്റെ ഇടക്കം കൊടുത്താണ്ടില്ല നിങ്ങള്. നമ്പർ എന്ന് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കില്ല, ഫ്രാക്ഷൻ എന്നാലും ചോദിക്കുക. കാരണം ഇതിൽ ഡെസിമലും വന്നു ഫ്രാക്ഷനും വന്നുകൊണ്ട് ഇവരെന്ത് ചെയ്ത്? ഫർമിൻ ജോസെ ചോദ്യം നമ്പറിനായി കളഞ്ഞു. എന്തൊരു സങ്കടം ഇത്. അപ്പൊ 0.42 എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാം ഫർമിൻ ജോസ്? ഇൻഡു ഒന്നുമില്ല ഇവിടെ. ഫ്രാക്ഷനിലേക്ക് എങ്ങനെ മാറ്റാം? ഈ ഡെസിമലിനെ ഫ്രാക്ഷനിലേക്ക് എങ്ങനെ മാറ്റാം? 0.42 എന്ന ഡെസിമലിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ എങ്ങനെ വരും? അതായത് നമ്മുടെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റുമ്പോൾ 42/, അതാണ് എനിക്ക് കിട്ടേണ്ടത്. 42/100. വെരി ഗുഡ്. 42/100.
ഇനി ഇവരെ തമ്മിൽ ഒന്ന് യുദ്ധം ചെയ്യിക്കണം. 3x100 300. ഓഹോ. അപ്പോൾ 7x42 294. നിങ്ങൾ പറ, 300 ആണോ 294 ആണോ വലുത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ 3/7 ആണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യെസ് എന്ന് ഉറക്കെ വിളിച്ച് പറയും. നാപ്പത്തിരണ്ട് 100 വന്നില്ല, അതെങ്ങനെയാ? 42/100 വന്നത് അതാരോ ചോദിച്ചു. 42/100 വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇതാ പരിചയപ്പെടുത്തുകയാണ്. 42/100, അതായത് അത് കാർത്തിക് പറയണല്ലോ, 0.42 എന്ന് പറഞ്ഞാൽ അത് 42/100 കിട്ടുന്നത് ദശാംശ ബിന്ദു കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്ഥാനം ഉണ്ടെങ്കിൽ 2 പൂജ്യമുള്ള സംഖ്യ വരും. ഇനി 4.2 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? ആർക്കേ പറയാൻ പറ്റുമോ? 42. ഇപ്പൊ ആ കുട്ടിക്ക് ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായി. അപ്പോ ദശാംശത്തെ പറയോ? ഏത് ഇപ്പൊ പറഞ്ഞതാ? അതിന് കാർത്തിക് എന്നെ വിചാരിക്കണം. കാർത്തിക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുവാനെ. അത് 0.42 വരുമ്പോ പോയിന്റിന് ശേഷം 2 സംഖ്യകൾ. അതല്ല, ഒരിക്കൽ ആദ്യം മുതൽ ഒന്നുകൂടി ഇങ്ങനെ പറയണോ? അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്രോസ് ആയിട്ട് ഗുണിക്കുക. അതായത് ആദ്യം നമ്മൾ 2 സംഖ്യകൾ എടുക്കുക. ഇവിടെ ഫസ്റ്റ് തന്നെ കിട്ടുന്ന 2 സംഖ്യകൾ എടുക്കുക. അപ്പൊ ഇവിടെ 2/5 1/9 ആണ്. അവിടെ 2 × 9 ചെയ്യുക. ഇവിടുത്തെ മേലത്തെ സംഖ്യ അടുത്ത താഴത്തെ സംഖ്യ ഗുണിച്ചു നോക്കുമ്പോൾ 18 കിട്ടും. അത് മേലത്തെ സംഖ്യ കൊണ്ട് 18, മേലത്തെ സംഖ്യ കൊണ്ടല്ലേ ഇതിനെ ഗുണിച്ചത്, 2 എന്ന സംഖ്യ കൊണ്ടല്ലേ. അപ്പൊ 2/5 മേലെ 18 എന്ന് എഴുതുക. പിന്നെ 5 × 1 ചെയ്യുക. അപ്പോ അവിടെ 5 കിട്ടും. അവിടെ ആ 2 സംഖ്യകളിൽ ഏറ്റവും വലുത് 18 ആയിരിക്കും. അപ്പോ ഈ ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതും ഈ 2/5 ആയിരിക്കും. അങ്ങനെ പിന്നെ അപ്പൊ 1/9 നമുക്ക് മാറ്റാം. പിന്നെ 2/5 3/7 തമ്മിൽ നോക്കുക. അപ്പോ 2 × 7 14, 5 × 7 നമുക്ക് 15 കിട്ടും. അപ്പൊ അവിടെ വലുത് 3/7 ആണ്. അത് 15 ആണല്ലോ ഏറ്റവും, 14 നിന്ന് 15 ആണല്ലോ വലുത്. അപ്പൊ 3/7 അവിടെ കിട്ടും. പിന്നെ 0.42 ആണ്. 0.42 നമ്മൾ ഭിന്നസംഖ്യയിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഭിന്നസംഖ്യയിലാക്കുമ്പോൾ 42/100 ലഭിക്കും. അപ്പൊ അതിനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 3 × 100 300 ആയിരിക്കും. ആ 3ന്റെ മേലെ 300 ഇടുക. പിന്നെ 42 × 7 അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് 294 കിട്ടും. അപ്പോൾ അതിൽ വലുത് ഏതാ? 300 ആണ്. അപ്പൊ ഏതാണ്? 3/7 തന്നെയായിരിക്കും ഇവ 4 ഏറ്റവും വലുത് നമുക്ക് പറയാം. അപ്പം കുറെ വന്നു. അതുപോലെ ആടാന്നൊക്കെ വന്നു. ശരി, നല്ല ഭാഷ. ശരി, അപ്പം ആട ശരി. അപ്പോൾ കാർത്തികേ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പോൾ കാർത്തികേ പോകാം. ഇതാ കേട്ടോളേ. അത് നമ്മളെ ദിവസം കണ്ടുപിടിക്കുന്നതിന്റെ എളുപ്പ വഴിയാണ്. കലണ്ടറിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. കലണ്ടറിൽ നിന്ന് എങ്ങനെയും വരാം ചോദ്യം. ഇപ്പൊ കലണ്ടറിൽ ചോദ്യം ഇതാ പിടിച്ചോളൂ. നിങ്ങൾക്ക് ഞാൻ 4 ഓപ്ഷന് പകരം 7 ഓപ്ഷൻ തരാൻ പോവുകയാണ്. അപ്പോ നിങ്ങൾക്ക് സാധാരണ 4 ഓപ്ഷനാ കിട്ടുക, പക്ഷെ ഞാൻ നിങ്ങൾക്ക് 7 ഓപ്ഷൻ തരും. ചോദ്യം പിടിച്ചോളൂ. What day will 81 days after today പോയി. What day will be 81 days after today if today is Sunday?
കാർത്തിക് ആ ചോദ്യം ഒന്ന് വായിച്ച മോനെ. ആ ചോദ്യം ഒന്ന് വായിച്ചേ ഫർമിൻ ജോസ്. What day will be 81 days after if today is a Sunday? ആ മലയാളം ഇരിക്കുക. ഇന്നത്തെ ദിവസം, ഇന്ന ദിവസം എന്താണെന്ന് അറിയാലോ. ഇന്നേതാ ദിവസം നോക്കുമ്പോ ഇതാ ഇന്നേതാ ടുഡേയ്സ് പോയോ? ഇന്ന് ദിവസം മറന്നുപോയ ഇന്നത്തെ ദിവസം ഫ്രൈഡേ. ആ ഇന്ന് ഫ്രൈഡേ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ചോദ്യത്തിൽ തരുന്നു, ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണെന്ന് അങ്ങ് വിചാരിച്ചു. നിങ്ങൾ ഞായറാഴ്ച ആയാൽ 81 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസം, 81 ദിവസം കഴിഞ്ഞാൽ ഏത് ഡേ ആണ്? ഇതാണ് ചോദ്യം. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ 7 ഓപ്ഷൻ തരാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. പോരെ? തേഴ്സ്ഡേ ആണോ? ആണോ? Thursday. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു നോക്കട്ടെ. മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? ഏതാണ്? ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. നിങ്ങൾ പരീക്ഷ ഹാളില് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫ് പേജില് ആദ്യം തന്നെ സൺഡേ മുതൽ, ഏത് ചോദ്യം വന്നാലും സൺഡേ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് വെറുതെ അവിടെ എഴുതി വെക്കുക. എന്നിട്ട് ചോദ്യത്തിൽ ഇന്നത്തെ ദിവസം സൺഡേ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സൺഡേക്ക് 0 കൊടുക്കാം. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 1 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം, ഇവിടെ 3 കൊടുക്കാം, ഇവിടെ 4 കൊടുക്കാം, ഇവിടെ 5 കൊടുക്കാം, ഇവിടെ 6 കൊടുക്കാം. 7 ഒരെണ്ണം പോയി. പൂജ്യമായി മാറി. അപ്പൊ 0 കൊടുത്തിങ്ങനെ പോന്നാൽ. ഇനി ഇന്നത്തെ ദിവസം ഫ്രൈഡേ എന്നാന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫ്രൈഡേന്റെ സ്ഥാനത്ത് 0 കൊടുക്കണം. എന്നിട്ട് 1, 2, 3 ഇങ്ങനെ എഴുതിയാൽ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യാം? ഈ 81 ആണല്ലോ ചോദ്യം തന്നത്, അതിനെ 7 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ആഴ്ചയിൽ 7 ദിവസം. എന്നിട്ട് അതിന്റെ റിമൈൻഡറിലേക്ക് പിടിക്കണം. അപ്പൊ 7 ഒരു 7 ബാലൻസ് 1 11. 11 എത്ര 7 ഉണ്ട് കാർത്തികേ? ഒരു 7. റിമൈൻഡർ എത്രയാ വരുന്നത്? 4. ഈ 4 നേരെ ആരാണുള്ളത്? ഈ 4 അപ്പൊ നമ്മുടെ ഉത്തരം തേഴ്സ്ഡേയാണ്. അവന് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കാൻ പറയാം. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക കാർത്തിക. ഇത് കാർത്തിക ഫർമിൻ ജോസ് ഉണ്ടല്ലോ, ഫർമിൻ ജോസ് ഒന്ന് പറഞ്ഞു കൊടുക്കും മോനെ. അതായത് നമ്മുടെ ഇന്നൊരു സൺഡേ ആണെങ്കിൽ 81 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഡേറ്റ്സ്, അതായത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വരെ എഴുതുക. എന്നിട്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്ന സൺഡേയുടെ നേരെ 0 എന്ന് എഴുതുക. എന്നിട്ട് താഴോട്ട് മൺഡേക്ക് 1, ട്യൂസ്ഡേക്ക് 2, വെൻസ്ഡേക്ക് 3, അങ്ങനെ സാറ്റർഡേ വരെ, സാറ്റർഡേയുടെ നേരെ 6 അങ്ങനെ വരാൻ പാകത്തിന് എഴുതുക.
അതിനുശേഷം 81-നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് റിമൈൻഡർ 4 എന്ന് കിട്ടും. നമ്മൾ തേഴ്സ്ഡേയുടെ നേരെയാണ് 4 എഴുതി വരിക. അപ്പൊ തേഴ്സ്ഡേ ആയിരിക്കും നമുക്ക് ഉത്തരം. ഇനി വേറെ ഏതെങ്കിലും സംഖ്യയാണ് റിമൈൻഡർ കിട്ടിയെങ്കിൽ അതായിരിക്കും ഉത്തരം. യെസ്. ഇനി ഇന്നത്തെ ഹോംവർക്കോട് കൂടി നമുക്ക് പിരിച്ചുവിടാം. ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ ഈ യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് അതിൽ തന്നെ കമന്റ് ചെയ്താൽ മതി. ചോദ്യം ഇതാണ്, പഠിച്ചോളൂ. What is the sum of 100 consecutive odd numbers starting from 2, 1? ജോസഫ് ചോദ്യം ഒന്ന് വായിച്ചേ. What is the sum of 100 consecutive odd number starting from 21? What is the sum of 100 consecutive odd numbers starting from 21? അതിന്റെ മലയാളം ഇതാണ്: 21 മുതൽ 100 എണ്ണം 100 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഒറ്റ സംഖ്യകളുടെ തുക എത്ര? 21 മുതൽ 100 തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ചോദ്യത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.